മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് ഇഡലി അല്ലെങ്കിൽ ദോശ. ആഴ്ചയിൽ 4-5 ദിവസം ഇഡലിയോ ദോശയോ ഇല്ലാത്ത ഒരു വീട് നമ്മൾ കേരളത്തിൽ കാണില്ല, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ദോഷം എന്ന് വെച്ചാൽ ഇത് ഉഴുന്നും അരിയും കൂടി അരച്ച് ഇത് ഫെർമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇത് മാവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫെർമെൻറ്റഡ് ആയിട്ട് ഈ മാവ് ഉപയോഗിക്കുന്നതിൻ്റെ ദോഷം എന്ന് വെച്ചാൽ അസിഡിറ്റി, അതല്ലെങ്കിൽ ബ്ലോട്ടിങ്, അതല്ലെങ്കിൽ ഗ്യാസ് ഒക്കെ അധികമുള്ള ആൾക്കാരിൽ ഈ ബുദ്ധിമുട്ടുകൾ അധികമാകാനാണ് സാധ്യത. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് മീൻസ് അരി അരച്ചുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കൂടിയിരിക്കും. ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഷുഗർ ഉള്ളവരുടെ അടുത്ത് പറയും നമ്മൾ ചോറ് ഒഴിവാക്കുമെന്ന് പറയും. അപ്പോൾ ചോറ് ഒഴിവാക്കുമെന്ന് വെച്ചാൽ അരിയാഹാരം ഒഴിവാക്കും എന്നാണ് അതിൻ്റെ പുറകിൽ പറയുന്നത്. പക്ഷേ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ചോറ് ഒഴിവാക്കിയിട്ട് ഇഡലിയോ ദോശയോ കഴിക്കും, പലഹാരമായിട്ട് കഴിക്കും. അതല്ലെങ്കിൽ ഇത് രാത്രിത്തെ ഭക്ഷണത്തിന് പകരം രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അപ്പം ഇത് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെയധികമുള്ള ഒരു ആഹാര രീതിയാണ്. രണ്ടും കൂടി ചേരുമ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് പെട്ടെന്ന് കൂടുകയും ചെയ്യും. അതുപോലെ ഒരു ഇൻസുലിൻ പീക്ക് ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഇപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലുള്ള ഒരുവിധം എല്ലാവർക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 1 മിക്കവർക്കും ഉണ്ട്. അപ്പം ഇത് എക്സ്ട്രാ ആയിട്ട് ഒരു ഫാറ്റ് സ്റ്റോറേജ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഇഡലിയോ ദോശയോ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ. അപ്പോൾ രാവിലെ ഇതിന് പകരമായിട്ട്, അതായത് ഉഴുന്നിനോ അല്ലെങ്കിൽ ഈ അരിക്കോ പകരമായിട്ട് നമ്മളതിന് പണ്ട് ചെറുപയറും ഉലുവയൊക്കെ ചേർത്തിട്ടുള്ള ദോശയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഭക്ഷണ രീതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനും ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പം അതിനോട് ഒപ്പം തന്നെ ഇഡലി ദോശയിലും ഫൈബർ തീരെ ഇല്ല. അപ്പം നമ്മൾ അതിൻ്റെ സൈഡായിട്ട് കഴിക്കുന്ന കറികളിലോ അതല്ലെങ്കിൽ സാമ്പാറിലോ നമ്മൾ ഈ പ്രോട്ടീൻ കുറച്ചധികം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ബാലൻസ്ഡ് ഡയറ്റായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും ഇഡലി ദോശ എന്നുള്ള ഒരു രീതി മാറ്റിയിട്ട് കഴിയുന്നതും ബാക്കിയുള്ള ഫൈബറും അതുപോലെ പ്രോട്ടീനും ഒക്കെ ചേർന്നിട്ടുള്ള ഭക്ഷണ രീതി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഒരു ജീവിത രീതിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഡോക്ടറെ പ്രോട്ടീൻ കഴിക്കുന്നത് നല്ലതല്ലേ, ഇപ്പോൾ ദിവസവും ഇഡലി ദോശ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഉഴുന്ന് പ്രോട്ടീൻ റിച്ച് ആണെങ്കിലും ആ ഉഴുന്ന് ശരീരത്തിന് അത്ര നല്ല ഇഫക്റ്റ് അല്ല ഉണ്ടാക്കുന്നത്.